ഈ സമൂഹത്തോട് പങ്കിടാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്നലെ രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ ഐസക് സാറ് സംസാരിക്കുകയുണ്ടായി. ക്രൂശാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടയാളം, അതിൻ്റെ ശക്തി ക്രൂശാണ് എന്നീ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ഇന്ന് രാത്രി എനിക്ക് വചനം ദൈവം നൽകിയിട്ടുള്ളത്. ഈ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ദിവസങ്ങൾ സംസാരിക്കാനുള്ള വചനം ദൈവം എന്നോട് പറഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ ഒരു പ്രയോഗമാണ് എനിക്ക് ഇന്ന് വിശദീകരിക്കാനുള്ളത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവം ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ ഹൃദയം ദൈവം നമുക്ക് വെളിപ്പെടുത്തുമാറാകട്ടെ. ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്ന വചനഭാഗം ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പകർത്തി അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വം. കൃത്യം അങ്ങനെ തന്നെ. അതാണ് ഇവിടെ പറയുന്നത്. അതെന്താണ് എന്ന് പറയുമ്പോൾ പറയുന്നു, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ, ദൈവമായിരിക്കെ ആ ദൈവമായി തന്നെ അവിടത്തേക്ക് തുടരാം, ആ മഹത്വത്തിൽ ജീവിക്കാം. ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യം ഇല്ല. എന്നിരിക്കലും ആ അനുഭവം വേണ്ട എന്ന് വെച്ച് മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. എല്ലാത്തിൻ്റെയും യജമാനനായവൻ ദാസനായി ഭൂമിയിൽ വന്നു. കണ്ടാൽ വെറും ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ട വീട്ടിൽ, ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെ ജീവിച്ച ഒരു ജീവിതം. ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. അടുത്ത പ്രയോഗം തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് കളഞ്ഞ് ഗ്ലാസ് കാലിയാക്കുന്ന പോലെ ഈ വലിയ മഹത്വവും അധികാരവും ശക്തിയും എല്ലാം നിറഞ്ഞിരുന്ന അവിടുന്ന് അത് ഒന്ന് ഒഴിച്ചു. അവിടുത്തെ അന്ന് കണ്ട മനുഷ്യർക്ക് അവിടുത്തെ അസൽ ആളത്വം മനസ്സിലായില്ല, അവിടുത്തെ വലിപ്പം മനസ്സിലായില്ല. ദൂതന്മാർ, കോടി കോടി ദൂതന്മാർ നിരന്തരം വിശ്രമമില്ലാതെ നമസ്കരിച്ചുകൊണ്ടിരുന്നവൻ, സകലത്തെയും ഉണ്ടാക്കിയവൻ, എല്ലാത്തിൻ്റെയും യജമാനൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. ഒരു സെക്കൻഡ് നേരത്തേക്ക് അവിടുത്തെ പ്രഭ കണ്ടുപോയാൽ അത് മനുഷ്യ ശരീരത്തിന് താങ്ങില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട ശൗൽ കണ്ണും പൊട്ടി താഴെ വീണു. അത്ര വലിയ പ്രഭാവത്തിൽ ജീവിച്ചവൻ വെറും സാധാരണക്കാരനെ പോലെ, വലിയ ഒരു പ്രഭുവിനെ പോലെ നടക്കാതെ ആർക്കും സമീപിക്കാം എന്ന തരത്തിൽ ജീവിച്ച ഒരുവൻ. ഭിക്ഷക്കാർക്ക് പോലും തോന്നി അവർക്ക് യേശുവിലേക്ക് ചെല്ലാം. അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിലും അവരുടെ ആചാരപരമായി സമീപിച്ചു കൂടാ എന്ന് വചനം പോലും വിധിച്ചിരുന്ന ഒരു സ്ത്രീക്ക് പോലും യേശുവിൻ്റെ അടുക്ക ചെല്ലാമെന്നും അവിടുത്തെ തൊടാമെന്നും ബോധ്യമുണ്ടാക്കി കൊടുത്ത ഒരു ജീവിതം. അത്ര
തന്നെത്താൻ ഒഴിച്ച്, മഹത്വം ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തിയ ഒരുവൻ. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള സന്ദേശം, ഈ ക്രിസ്ത്യാനിത്വം, ഇതിൻ്റെ ജീവിതം ത്യാഗത്തിൻ്റെ ജീവിതമാണ്. ത്യാഗത്തിൻ്റെ ജീവിതമാണ്. യേശുവിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടുത്തെ താഴ്ച ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വളരെ താണു വന്നു, അങ്ങനെ ജീവിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ മനുഷ്യൻ ആക്ഷേപിച്ചു. ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ആക്ഷേപിച്ചു. അവിടുന്ന് ഭ്രാന്തനാന്ന് പറഞ്ഞു. നമുക്ക് ഭ്രാന്തില്ലാത്ത നമ്മളോട് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ രക്തം തിളയ്ക്കും. പക്ഷേ യേശുവിനെ അങ്ങനെ വിളിച്ചു. അവിടത്തേക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ദൈവദൂഷകനാണെന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കി വിളിച്ചു, ദേ ആ തച്ചൻ്റെ മകൻ. മാനസികമായി അവിടുത്തെ വളരെ പീഡിപ്പിച്ചു. മത നേതാക്കന്മാർ ഒരു കൂട്ടർ, അതിൽ ബഹുഭൂരിപക്ഷം അവിടുത്തെ കുറ്റം കണ്ടെത്താനായി എപ്പോഴും യേശുവിൻ്റെ പുറകെ ആളുകളെ വിടുമായിരുന്നു, അവർ പോകുമായിരുന്നു. കുറച്ച് പേർ കല്ലും എടുത്ത് പോക്കറ്റിട്ടുകൊണ്ട് പോകുമായിരുന്നു, യേശുവിൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടാതെ വന്നാൽ എറിയാൻ. അവിടുത്തെ പിടിച്ച് മലയുടെ മണ്ടയ്ക്കൊന്ന് താഴെ തെള്ളിയിടാൻ ശ്രമിച്ച സമയമുണ്ടായി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവിടുത്തെ കുടുക്കി കുറ്റം കണ്ടെത്താൻ, ആരോപിക്കാൻ അവർ ശ്രമിച്ചു. അവിടുത്തെ വകവരുത്താൻ വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യേശുവിൻ്റെ തന്നെ ശിഷ്യനിലൊരുത്തിന് പൈസ കൊടുത്തു, വശത്താക്കി. യേശുവിനെ പിടിച്ചു, അടിച്ചു, കഠിനമായി അടിച്ചു. പുറത്തെ മാംസം മുഴുവൻ പറിച്ചു കീറി. അവിടുത്തെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു. അവിടുത്തെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ, നീ പറഞ്ഞല്ലോ നീ ദൈവപുത്രനാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നിൻ്റെ മഹത്വം ഞങ്ങൾക്കൊന്ന് കാണട്ടെ. വെല്ലുവിളിച്ചു. അവിടത്തേക്ക് കഴിയും ഇറങ്ങി വരാൻ. ആ ക്രൂശിക്കാൻ കൊണ്ടുവന്ന കൈ വരണ്ടു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കും. യേശു പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ 12 ബറ്റാലിയൻ ദൂതന്മാരെ ഇപ്പം ഇവിടെ വിളിക്കാം. ഒരു ദൂതൻ ഇറങ്ങിയാൽ, അശൂറിൻ്റെ പാളയത്തിൽ ഒറ്റ ദൂതനാണ് ഒരു രാത്രി ഇറങ്ങിയത്. സൈന്യത്തിൽ ഒരുത്തൻ ബാക്കി ശേഷിച്ചില്ല. എനിക്ക് 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ ഇറക്കാം. പക്ഷേ അതിനും തയ്യാറാകാതെ ആ ക്രൂശിൽ കയറി, ആ അടികൊള്ളാൻ തയ്യാറായി, ആ തകർക്കപ്പെടാൻ തയ്യാറായി. അഗതിയെപ്പോലെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇത്രത്താളം കൂടെ കൊണ്ടുവരുന്ന ശിഷ്യന്മാർ കൂടെ നിൽക്കാനില്ല. എല്ലാവരും വിട്ടോടിപ്പോയി. ഒരു കാരണവശാലും അങ്ങയെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞവൻ എനിക്കിവനെ അറിയില്ല എന്ന് പറഞ്ഞ് പ്രാഗി. ആരുമില്ല. അവസാനം അവിടുന്ന് വിളിച്ചു ചോദിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അത്രയ്ക്ക് തകർന്നവനായി തീർന്ന യേശു. ഇതാരുടെയും സമ്മർദ്ദത്തിന് സംഭവിച്ചതല്ല. അവിടുത്തെ മേൽ ആരും അടിച്ചേൽപ്പിച്ചതല്ല. അങ്ങനെ സംഭവിച്ചു പോയതല്ല. പിതാവേ, ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ സമർപ്പിച്ച സമർപ്പണമാണ്.
ആ വലിയ മഹത്വം തന്നെത്താൻ കുറേ കാലത്തേക്ക് ത്യജിച്ചതാണ്. ആ പദവികൾ കുറേ കാലത്തേക്ക് അവിടുന്ന് ഒഴിച്ചു വെച്ചതാണ്. He emptied himself. വെറും അഗതിയെപ്പോലെ അവിടുത്തെ ജനനം മുതൽ അവിടുത്തെ മരണം വരെ ജീവിച്ച ഈ ജീവിതം. സകലത്തിനും ഭക്ഷണം കൊടുക്കുന്നവൻ അവിടത്തേക്ക് വിശന്നു. ഭൂമിയിൽ സകല മനുഷ്യർക്കും സകല ജീവജന്തുക്കൾക്കും ഈവൻ ചരാചരങ്ങൾക്കും വേണ്ടി ജലം സ്വരൂപിച്ചു വച്ചിരിക്കുന്നവൻ അവിടത്തേക്ക് ദാഹിച്ചു. എല്ലാത്തിൻ്റെയും അധികാരി മാനസികമായി തകർന്നു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ വലിയ രക്തത്തുള്ളികൾ പോലെ ഭൂമിയിൽ വീണു. ഇത് മുഴുവനും അവിടുന്ന് അനുഭവിച്ചു. അവൻ്റെ സ്വസഹോദരന്മാർ അവനെ വിശ്വസിച്ചില്ല. അവർ അവനെ കളിയാക്കി. ഇങ്ങനെയെല്ലാം ചെയ്ത് അവിടുന്ന് തന്നെത്താൻ നമുക്ക് വേണ്ടി തന്ന ത്യാഗമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫണ്ടമെൻ്റൽ, അടിസ്ഥാനപരമായ തത്വം. മത്തായി 16-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു, രഹസ്യമായി, യേശുവേ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്. അങ്ങ് മരിക്കാൻ പാടില്ല. അങ്ങ് ജീവിക്കണം. യേശു പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാണ്. നീ ദൈവത്തിൻ്റേതല്ല, നീ മനുഷ്യൻ്റേതാണ് തിരയുന്നത്. എന്നിട്ട് യേശു ശിഷ്യന്മാരുടെ നേരെ പറഞ്ഞു, തിരിഞ്ഞിട്ട് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നവൻ അതിനെ കളയും. തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. ഇത് യേശുവിൻ്റെ മാർഗം മാത്രമല്ല, യേശുവിനെ പിൻപറ്റുന്നവരുടെ മാർഗവും ഇതാണെന്നും ഇതായിരിക്കണമെന്നും യേശു പഠിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ തൊട്ടു മുമ്പത്തെ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും ഇവിടെ പ്രസംഗിച്ചതാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിന് തുടർച്ചയായി യേശു പ്രസ്താവിച്ചതാണത്. ഞാൻ എൻ്റെ സഭയെ പണി. ആ സഭ പണിയുന്ന കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, അതിന് ഞാൻ ക്രൂശിൽ പോവും, ഞാൻ മരിക്കും, ഞാൻ മടക്കപ്പെടും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എന്നിട്ട് ഞാൻ എൻ്റെ സഭ പണി. സഭ പണിയുന്നത് ഈ ക്രൂശിലൂടെയാണ്, ഈ ക്രൂശീകരണത്തിലൂടെയാണ്, ഈ താഴ്ചയിലൂടെയാണ്. തൻ്റെ പ്രവൃത്തി അതാണെന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ഈ സഭ പണിയാൻ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുമ്പോൾ ഇതിന് എൻ്റെ വഴിയല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇതിൻ്റെ വഴി ത്യാഗമാണ്, ഇതിൻ്റെ വഴി കഷ്ടതയാണ്, ഇതിൻ്റെ വഴി ക്രൂശാണ്. അത് കേവലം ആ ശിഷ്യന്മാരോട് മാത്രമല്ല പറഞ്ഞത്. ലൂക്കോസ് 14-ാം അധ്യായത്തിൽ ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് ഇതേ കാര്യം, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
പകയ്ക്കാതിരിക്കുന്നവന്, ഹെയ്റ്റ് ചെയ്യുന്നവൻ, പകയ്ക്കാതിരിക്കുന്നവൻ, അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്തൊക്കെ? ഏറ്റവും പ്രിയപ്പെട്ട കാര്യം, അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, പോരാ, സ്വന്തം ജീവനെയും കൂടി പകയ്ക്കാൻ, വെറുക്കാൻ. എടുത്തു പറയുന്നു, വെറുക്കാൻ തയ്യാറല്ലാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശുവിൻ്റെ ഡിമാൻഡുകൾ വളരെ ശക്തമായ, കട്ടിയുള്ള ഡിമാൻഡുകളായി. യേശു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. മത്തായി 11:28. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നല്ല ഒരു വിളി, കേൾക്കാൻ കൊള്ളാവുന്നൊരു വിളി. എല്ലാവർക്കും വന്ന് ആശ്വാസം പ്രാപിക്കാനുള്ളൊരിടം. ഈ വിളി എല്ലാവർക്കും വേണ്ടി കൊടുത്തു. വ്യഭിചാരികൾക്ക്, ചുങ്കക്കാർക്ക്, പാപികൾക്ക്, ഭിക്ഷക്കാർക്ക്, യഹൂദ സമുദായം ഇഷ്ടപ്പെടാതിരുന്ന ശമരിയർക്ക്, ഇവൻ ഭൂതം ബാധിച്ചവർക്ക്, വേദപണ്ഡിതന്മാർക്ക്, വലിയ പണക്കാർക്ക്, വെറും പാവപ്പെട്ടവന്, അധികാരികൾക്ക്, എല്ലാവർക്കും ഇത് യേശു വാഗ്ദത്തം ചെയ്തു. അന്നും കൊടുത്തു, ഇന്നും കൊടുക്കുന്നു. രക്ഷയുടെ മാർഗം അഖിലാണ്ടത്തിലെ ഏത് മനുഷ്യനും ഇതൊന്നാണ്, വേറെ ഒന്നില്ല. പക്ഷെ യേശു ഇതെല്ലാവർക്കും കൊടുത്ത് ആളുകളോട് സഹകരിച്ചു. യേശു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി, പാവപ്പെട്ടവൻ്റെ ദാനം അംഗീകരിച്ചു. യേശു ചുങ്കക്കാരൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. യേശുവിന് കാഴ്ചയുമായി സമൂഹത്തിൽ മാന്യതയില്ലാത്ത ആളുകൾ വന്നു, സ്ത്രീകൾ വന്നു, തടഞ്ഞില്ല. ഇതെല്ലാം അവരുടെ കൂടെയെല്ലാം സഹകരിച്ച് ജീവിക്കാനുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അവരെ രൂപാന്തരപ്പെടുത്താൻ, മേലാൽ അവർ അങ്ങനെ ആയിരിക്കാതെ അവർക്ക് മാറ്റം വരുത്താൻ യേശു അവരുടെ ഇടയിലേക്ക് പോയി. ആ ചുങ്കക്കാരൻ യേശുവിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞവനുണ്ട്, ഞാൻ ചതിമായി വാങ്ങിയത് ഞാൻ തിരിച്ചു കൊടുക്കാം, പല മടങ്ങ് തിരിച്ചു കൊടുക്കാം. ദുർമാർഗത്തിൽ ജീവിച്ചൊരിക്കൽ യേശു ചെന്നപ്പോൾ അന്ന് രൂപാന്തരപ്പെട്ടു. സകലത്തിനും പരിഹാരം വരുത്തി രൂപാന്തരപ്പെടുത്തിയ സാന്നിധ്യമാണ് ഈ താഴ്ചയുടെയും ഈ ക്രൂശിൻ്റെയും സാന്നിധ്യം. അവിടുത്തെ വലിയ വലിപ്പം കാണിച്ചല്ല അവിടുന്ന് മനുഷ്യരെ ആകർഷിച്ചത്. അവിടുത്തെ പ്രഭാവം വെളിപ്പെടുത്തി ആളുകളെ മുട്ടുകുത്തിക്കായിരുന്നില്ല. ഈ പാവപ്പെട്ടവനെ പോലെ നടന്നവൻ അവസാന ക്രൂശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്ന് വിളിച്ചു ചോദിച്ചവൻ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ വിട്ടു. യേശു പറഞ്ഞത്, നിങ്ങൾക്കും വഴി ഇതാണ്. എൻ്റെ അടുക്കൽ വരാനുള്ള വഴി, സ്വർഗരാജ്യത്തിൽ വരാനുള്ള വഴി ഇടുങ്ങിയ വഴിയാണ്. അതിന് വാതിൽ ഇടുങ്ങിയതാണ്, വഴി ഞെരുക്കമുള്ളതാണ്. ആർക്കെങ്കിലും വരണമെങ്കിൽ ഈ വഴിയിൽ കൂടെ വന്നെങ്കിലേ എൻ്റെ അടുക്കൽ, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്താൻ മാർഗമുള്ളൂ. നിങ്ങൾക്ക് വിശാലമായ വാതിലും വിസ്തൃതമായ വഴിയും വേണമെങ്കിൽ അതുണ്ട്, നിങ്ങൾക്ക് പോവാം. പക്ഷേ അതിൻ്റെ അന്ത്യം എൻ്റെ അടുക്കലും എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലുമാവില്ല. അത് നാശത്തെങ്കിലേക്കുള്ള വഴിയായിരിക്കും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
വാസ്തവത്തിൽ കണക്ക് കൂട്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിത്തിരിച്ചാൽ മതി. എല്ലാവരെയും വിളിച്ചാകർഷിച്ചു കൊണ്ടുവന്ന് വെട്ടിലാക്കാൻ യേശു തയ്യാറായില്ല. യേശുവിനെ സംബന്ധിച്ചുള്ള ഏറ്റുപറച്ചിൽ ആവശ്യപ്പെട്ട സമയം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മത്തായി 16 അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ആദ്യം യേശു ചോദിച്ചത് ജനങ്ങൾ മനുഷ്യപുത്രനെ എന്തു പറയുന്നു എന്നാണ്. പൊതുജനത്തിൻ്റെ അഭിപ്രായമാണ് യേശു ആദ്യം ചോദിച്ചത്. അവർ പറഞ്ഞു, നീ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. വേറെ ചിലർ പറഞ്ഞു നീ ഏലിയവാണ്. വേറെ പലർ പറഞ്ഞു ചിലർ യിരെമ്യാവാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരുത്തനാണ്. ഇത്രയേ അവർക്ക് അഭിപ്രായമുള്ളൂ. അതിൻ്റെ നടുവിലാണ് ചോദ്യം, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പൊതുജനമെല്ലാം അംഗീകരിച്ചാൽ ഞാനും അംഗീകരിക്കാമെന്ന തരത്തിൽ ജനക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ യേശുവിനെ പിൻപറ്റാൻ സാധ്യമല്ല. അതല്ല അസൽ പിൻപറ്റൽ. അസൽ പിൻപറ്റൽ വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പൊതുജനം എന്തു പറഞ്ഞാലും ആക്ഷേപിക്കുന്നവർ, പരിഹസിക്കുന്നവർ, അവനെ കേവലം മനുഷ്യനെന്ന് പറയുന്നവർ, ഇതിൻ്റെ എല്ലാം നടുവിൽ അവിടുത്തെ തനി ആളത്വം മനസ്സിലാക്കി ജീവനുള്ള ദൈവമാണ് അവിടുന്ന് എന്ന് മനസ്സിലാക്കി പിൻപറ്റുവാൻ തയ്യാറുള്ളവർ. അത് ഈ ക്രൂശ് വരുമ്പോഴും, ഈ കഷ്ടത വരുമ്പോഴും, ഈ ആക്ഷേപം വരുമ്പോഴും, ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ദൈവം കൈവിട്ടോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ശിഷ്യന്മാർ വിശ്വസിക്കണമായിരുന്നു. ചില ദിവസം മുമ്പ് ഇവരെയും കൂട്ടിക്കൊണ്ട് മലമുകളിൽ പോയല്ലോ. എല്ലാവരെയും അല്ല, 3 പേരെ കൂട്ടിക്കൊണ്ട് മലമുകളിൽ പോയല്ലോ. അവിടെ വെച്ച് അതുവരെ മനുഷ്യനായി കണ്ടവൻ മുഖം പ്രകാശിച്ച് സൂര്യശോഭയാൽ നിറയപ്പെട്ടവനായി. മാത്രമല്ല, മേലോകത്തിൽ നിന്നൊരു ശബ്ദം. അവിടുത്തെ സംഭാഷണം എന്തായിരുന്നു എന്നറിയാമോ? പ്രത്യക്ഷപ്പെട്ട 2 വ്യക്തികളുണ്ടായിരുന്നല്ലോ, മോശയും ഏലിയാവും. അവർ യേശുവിനോട് സംസാരിച്ചു. ഒരു ചർച്ചയ്ക്ക് വന്നതാണ്. എന്തായിരുന്നു ചർച്ചയെന്നോ? ക്രൂശിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ച്, ക്രൂശീകരണത്തെക്കുറിച്ച് സംസാരിച്ചു. ആ സംസാരം കഴിഞ്ഞപ്പോഴും മേലോകത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, അവൻ ക്രൂശിക്കപ്പെടും, പക്ഷേ അവൻ എൻ്റെ പുത്രൻ. അങ്ങനെ ഉറപ്പ് കിട്ടിയതിൻ്റെ നടുവിൽ അവരും ആ കേട്ട പത്രോസും പറഞ്ഞെനിക്കിവനെ അറിയില്ല, പ്രാഗി. ഇവനൊരു ഗലീലക്കാരൻ, നീ നാട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗലീലക്കാർക്ക് ആർക്കും കിടന്നു പറക്കണ്ട എന്ന് പറഞ്ഞ് യേശുവിനെ പ്രാഗി. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, എൻ്റെ കൂടെ വരണോ? തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഞാനെടുത്ത് പറയുന്നു, ഇന്നും യേശുവിൻ്റെ പുറകെ പോകാനുള്ള മാർഗം അതാണ്. സഭ പണിയാനുള്ള മാർഗം അതാണ്. മുമ്പേ പറഞ്ഞ വാക്യം ഒന്നുകൂടെ ഞാനൊന്ന് ഉദ്ധരിച്ചുകൊണ്ട്, അപ്പനെയാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, സ്വത്താകട്ടെ, സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, ആരാകട്ടെ, ആരെ നഷ്ടപ്പെട്ടാലും ഇതിൻ്റെ കൂടെ വരാൻ അവരാരും തയ്യാറാകാതെ, നീ പോയാൽ നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തള്ളിപ്പറഞ്ഞാൽ
നിന്നെ ഞങ്ങൾ പുറത്താക്കും, മേലാൽ നീ ഞങ്ങളുടെ സഹോദരനല്ല, സഹോദരി അല്ല എന്നേറ്റ് പറഞ്ഞാലും അതിൻ്റെ എല്ലാം നടുവിൽ ആരെ നഷ്ടപ്പെട്ടാലും എന്തു നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടു കൂടാത്ത ഒരുത്തൻ കർത്താവായ യേശുക്രിസ്തു. മനുഷ്യദൃഷ്ടിയിൽ ഭോഷത്വം. കാരണം വെറും സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു. പാവപ്പെട്ട വീട്ടിൽ ഒരുത്തൻ കൂടെ നടന്ന എല്ലാവരും തള്ളിക്കളഞ്ഞു. സുന്ദരിയ അവസാനം ചങ്കുപൊട്ടി നിലവിളിക്കുന്ന പോലെ തോന്നിയിട്ടും ദൈവം പോലും തിരിഞ്ഞു നോക്കിയില്ല. ആളുകളുടെ വിലയിരുത്തലുകൾ ന്യായമെന്ന് തോന്നും, സ്തോത്രം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അവിടുന്ന് ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ, അവിടുത്തെ ആളത്വത്തിൻ്റെ വെളിച്ചത്തിൽ, അവിടുത്തെ എനിക്കറിയാം അതിൻ്റെ വെളിച്ചത്തിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം, പദവികൾ, സമൂഹത്തിലെ ബഹുമാനം. അങ്ങനെയാണല്ലോ. ശൗലിന് വലിയ ശാസ്ത്രിയായിരുന്നു. യഹൂദ സമുദായത്തിൽ നല്ല ബഹുമാനമുള്ളവൻ, ആരും സല്യൂട്ട് ചെയ്യുന്ന അവരുടെ അധ്യാപകൻ, അവരുടെ ഗുരു. യേശുവിൻ്റെ പുറകെ പോയത് നിമിത്തം അവർ റോഡിൽ കൂടെ വലിച്ചഴയ്ക്കും, തല്ലും, അടിക്കും, കല്ലെറിയും, പിടിച്ച് പോലീസിലേൽപ്പിക്കും. ഇതെല്ലാം ചെയ്യുന്നതിന് നടുവിലും പൗലോസ് പറയുന്നു, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് വലുതായിരുന്നത് മുഴുവനും, ഇന്നലെ ഐസക് സാറ് പറഞ്ഞത്, മലമെന്നെണ്ണി അതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞു പോകാൻ അവിടുന്ന് വലിയവനാണ്, അവിടുന്ന് മഹത്വമുള്ളവനാണ്. നിങ്ങൾ കാണുന്ന പാവപ്പെട്ടവനല്ലവൻ, അതിനകത്തൊളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവമാണ്, അവിടുത്തെ അധികാരമാണ്, അവിടുത്തെ ശക്തിയാണ്. അവിടുത്തേക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, അവിടുന്ന് ഇങ്ങനെ തന്നെത്താൻ മനുഷ്യരുടെ അപമാനത്തിനും കഷ്ടത്തിനും ഏൽപ്പിച്ചു കൊടുത്തത്. കഴിയുമായിരുന്നിട്ടും മാനവകുലത്തോടുള്ള സ്നേഹം നിമിത്തം, മനുഷ്യരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ തീവ്രത നിമിത്തം, ആഗ്രഹം നിമിത്തം ഇത് മുഴുവൻ അവൻ സഹിച്ചതാണ്. മത്തായി സുവിശേഷത്തിൻ്റെ ഭാഷയിൽ 13 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ മറഞ്ഞിരിക്കുന്ന നിധിയാണത്. ഭയങ്കര നിധിയാണ്. സാധാരണക്കാരൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല, പക്ഷേ ദൈവം വെളിപ്പാട് കൊടുത്താൽ. അങ്ങനാണല്ലോ പത്രോസിനോട് പറഞ്ഞത്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, നിന്റെ സ്വാഭാവിക ജ്ഞാനമല്ല, എൻ്റെ കൂടെ നടന്നുള്ള പരിചയം കൊണ്ടല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് നീ ഇത് തിരിച്ചറിഞ്ഞത്. സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ടുണ്ട്. പാട്ടിതാണ്, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. ഒന്നുകൂടെ പറയുന്നത്, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാൻ. ഇന്നലെ വിശദീകരിച്ച ക്രൂശിൻ്റെ ശക്തി അതാണ്. അതില്ലായിരുന്നെങ്കിൽ സകല മനുഷ്യരും പാതാളത്തിൽ തീപ്പൊയ്കയിൽ പോകുമായിരുന്നു. ആ ക്രൂശ് വന്നത് നിമിത്തം എൻ്റെ തീപ്പൊയ്ക മാറിപ്പോയി, എൻ്റെ ന്യായവിധി മാറിപ്പോയി, എൻ്റെ മേലുള്ള കോപം നീങ്ങിപ്പോയി, എൻ്റെ മേലുള്ള ശാപം നീങ്ങിപ്പോയി, എൻ്റെ പാപം നീങ്ങിപ്പോയി. ആ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ തിരുമുൻപാകെ എന്നെ നിർത്താൻ ദൈവം എന്നെ സ്വന്തമെന്ന് വിളിക്കാൻ, എന്നെ ആലിംഗനം ചെയ്യാൻ കാരണം ആ ക്രൂശാണ്, ആ ക്രിസ്തുവാണ്, ആ താഴ്ചയാണ്. ആ താഴ്ചയില്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തിൽ കിടന്നു പോനെ.
ഞാൻ ന്യായവിധിക്കിരയായി പോയനെ. എന്നെ രക്ഷിച്ച ആ രക്ഷ നിമിത്തം, ആ മഹത്വം നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് ഏത് വ്യക്തിയും ദൈവം മുൻപാകെ പറയേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എല്ലാം ത്യജിക്കാൻ തയ്യാറാവണം എന്നാണ് അവിടെ പറഞ്ഞത്. ത്യജിക്കാൻ എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും മേലെ വേണ്ടെന്നല്ല, ഭാര്യ ഇനിയും വേണ്ടെന്നല്ല, സഹോദരന്മാരെയോ സഹോദരിമാരെയോ ഇനി വേണ്ട എന്നതിനർത്ഥമില്ല. അങ്ങനെ എല്ലാവരെയും വിട്ടിട്ട് സന്യാസ ജീവിതത്തിന് പോകുന്നൊരു ജീവിതമല്ലിത്. യേശു വ്യക്തമായി പറഞ്ഞു മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ, എന്നേക്കാൾ അധികം മകനെയോ അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അതാണ് ഒന്നാമത്തെ മുൻഗണന. ആ സ്നേഹത്തിൻ്റെ മുമ്പാകെ അതിന് താഴെ നിൽക്കണം ബാക്കി എല്ലാ സ്നേഹവും. മാത്രമല്ല അവസാനം പറയുകയാണ്, തൻ്റെ ജീവനെ കൂടെ പകയ്ക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തത്വം ത്യാഗത്തിൻ്റെ തത്വമാണ്. ആ വാക്കെനിക്ക് എടുത്ത് പറയണം. ത്യജിക്കാൻ, വിട്ടുകളയാൻ നിസ്സാരമായവയല്ല. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം മാന്യതയുള്ളതായി സമൂഹത്തിലെ എല്ലാ ഉയർന്ന സ്ഥാനവും ഈവൻ തൻ്റെ ജീവൻ പോലും വിട്ടുകളയാൻ പര്യാപ്തമായ ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം ത്യജിക്കണം. വാസ്തവത്തിൽ സത്യക്രിസ്ത്യാനിത്വം ഇതാണെന്നാണ് യേശു പഠിപ്പിച്ചത്. നേട്ടത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതല്ല, സമ്പാദ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതല്ല, അക്യൂമുലേഷൻ എല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതല്ല. യേശുവിൻ്റെ ഈ വാക്ക് ആൾക്ക് ഉൾക്കൊള്ളാൻ പാടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു സംഘം പറഞ്ഞു, മതി, മേലാൽ ഞങ്ങൾ വരുന്നില്ല, കാരണം നിൻ്റെ ഈ ഉപദേശം കൈക്കൊള്ളാൻ പാടാണ്. ഭൂമിയിൽ ആരാണെന്നേ തൻ്റെ സുഖം മുഴുവൻ ത്യജിച്ച് യേശുവിൻ്റെ കൂടെ പോകുന്നത്? ഭൂമിയിൽ ആരാണെന്നേ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും വിടേണ്ടി വന്നാൽ വിട്ടിട്ട് ഇവൻ്റെ കൂടെ പോകാൻ തയ്യാറാവുന്നത്? കണ്ടാലുടൻ വലിയ രാജ്യം കൊടുക്കുന്നവനാണോ? കൂടെ ഇറങ്ങിപ്പോയാൽ ബാക്കി സമൂഹം മുഴുവൻ ബഹുമാനിക്കുമോ? ഇല്ലല്ലോ, പുച്ഛിക്കില്ലേ, പരിഹസിക്കില്ലേ? സത്യ ക്രിസ്ത്യാനിത്വത്തിന് ഇവർ ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് മാനമില്ലല്ലോ. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളെ പരിഹസിച്ചില്ലേ? നിങ്ങളെ പുച്ഛിച്ചില്ലേ? നിങ്ങളെ ഒറ്റപ്പെടുത്തിയില്ലേ? നിങ്ങളിൽ ചിലരെ പിന്നെ അവരുടെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലല്ലോ. അവരുടെ വീടുകളിൽ കയറ്റാൻ വിസമ്മതിച്ച കാലമുണ്ടായിട്ടില്ലേ? ഇതിൻ്റെ എല്ലാം നടുവിൽ ധൈര്യത്തോടെ നിന്ന കുറെ പേർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പറയാനുള്ള ദൈവത്തിൻ്റെ നിയോഗം ഞാൻ വിളിച്ചു പറയുന്നു. ഇത് സ്വന്തം നേട്ടമുണ്ടാക്കാനുള്ള മാർഗമല്ല. നേട്ടമുണ്ട് നിശ്ചയമായും. ഒരു ലോകത്തിൽ എനിക്ക് നേട്ടമുണ്ട്. ആ വലിയ നേട്ടം എൻ്റെ കണ്ണുകൊണ്ട് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത്. ഭോഷനല്ല ഞാൻ. എൻ്റെ ഈ ത്യാഗത്തിൻ്റെ തീരുമാനം മണ്ടത്തരമല്ല. ആ സത്യം കണ്ടാൽ, ആ നിക്ഷേപം കണ്ടാൽ ഭൂമിയിൽ ഒന്നും അതിനോട് തുല്യമാവില്ല. അതുകൊണ്ട് മുഴുവൻ വാരിക്കളഞ്ഞു വെച്ച് ഞാൻ അതിൻ്റെ പുറകെ പോകും. അത് വെളിപ്പാടിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്.
എങ്കിലും പറയാനുള്ള സത്യ സന്ദേശത്തിലേക്ക് ഞാൻ ഇന്ന് രാത്രി വരികയാണ്. ഇത് വാരിക്കൂട്ടാനുള്ള സമ്പ്രദായമല്ല, നേടാൻ തന്നെത്താൻ ത്യജിക്കാനുള്ള സമ്പ്രദായമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ ഒരിക്കൽ യേശുവിൻ്റെ അരികെ വന്നു. ഒരു സുവിശേഷത്തിൽ പറഞ്ഞ അവരുടെ അമ്മ വന്നു. യേശുവിൻ്റെ സ്വന്തക്കാരാണ് ശിഷ്യന്മാർ. വന്നു വെച്ചൊരു കാര്യം ആവശ്യപ്പെട്ടു. ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ പോവാണ്, അത് ഞങ്ങൾക്ക് തരണം. വലിയ അടുപ്പമുള്ളവരാണ്. തരണം. യേശു ചോദിച്ചു, എന്താ വേണ്ടി? അത് അവിടുന്ന് അങ്ങ് മഹത്വത്തിൽ വരുമ്പോൾ, എൻ്റെ ഈ മക്കളിൽ ഒരുത്തൻ നിൻ്റെ വലത്തും നിൻ്റെ ഇടത്തും ഇരിപ്പാൻ വരം തരണം. അതിനിപ്പോൾ വാക്ക് തരണം, ഇരുത്തിക്കൊള്ളാം. വലിയ രാജ്യം സ്ഥാപിക്കാൻ പോവല്ലേ. അപ്പം ആ വലിയ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരുത്തനെ ആഭ്യന്തരമന്ത്രിയാക്കി വെക്കണം, മറ്റൊരുത്തനെ വിദേശകാര്യമന്ത്രിയാക്കി വെക്കണം. അങ്ങനെ വലിയ 2 സ്ഥാനങ്ങൾ എൻ്റെ മക്കൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം, കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാമോ? ഞാൻ ഏൽക്കാനുള്ള സ്നാനം നിങ്ങൾക്കൊന്ന് ഏൽക്കാമോ? എന്താണ് ആ സ്നാനം? എന്താണ് ആ പാനപാത്രം? ആ ക്രൂശിൽ പോയി പറഞ്ഞില്ലേ, പിതാവേ, അതിന് തൊട്ടു മുമ്പ് ഗത്സമനയിൽ വെച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന്. ആ കഷ്ടത്തിൻ്റെ പാനപാത്രം, ആ ദണ്ഡനത്തിൻ്റെ പാനപാത്രം. എന്താണ് ആ സ്നാനം? അസൽ യേശുവിൻ്റെ ക്രൂശീകരണത്തോട് താതാത്മ്യപ്പെടുന്നതല്ലേ സ്നാനം? മരണത്തോട് താതാത്മ്യപ്പെടുന്നതല്ലേ സ്നാനം? യേശു പറഞ്ഞത്, ആ അസൽ മരണം, ആ സ്നാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? അർത്ഥമറിയാമത വല്ലതും പറഞ്ഞു. എന്നിട്ടും യേശു പറഞ്ഞു, അത് തരുന്നത് എൻ്റേതല്ല, പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും. ഇന്നത്തെ ക്രിസ്തീയ സമൂഹം കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്നത്, യേശുവിൻ്റെക്ക് വരൂ, എല്ലാം നേട്ടമുണ്ടാക്കും. അതല്ലേ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം? നല്ല പോലെ കാശ് വേണോ? പാവപ്പെട്ടവരെ ഓടി യേശുവിൻ്റെക്ക് വാ. എല്ലാ പട്ടിണിയും മാറ്റി കണ്ടമാനം കാശ് വരും. പിള്ളേരെ എല്ലാം മെഡിക്കൽ ഡോക്ടേഴ്സായി, എൻജിനീയേഴ്സായി, പഠിക്കാൻ വലിയ മിടുക്കില്ലെങ്കിലും തലമണ്ടയ്ക്കകത്ത് ദൈവം ഭയങ്കര ബുദ്ധി കൊടുത്ത് എല്ലാത്തിനെയും കൂടിയതാക്കും. വസ്തുവില്ലാതെ ജീവിക്കേണ്ട, കേവലം 10 സെൻറ്റ് കൊണ്ട് ജീവിക്കേണ്ട, കുറഞ്ഞ പക്ഷം 10 ഏക്കർ വസ്തു വാങ്ങിച്ച് ആഡംബരത്തോടെ ജീവിക്കാൻ ദൈവം വഴിയുണ്ടാക്കിത്തരും. ഇങ്ങനെയുള്ള സമൃദ്ധിയുടെ പ്രസംഗം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി നമ്മുടെ തലമുറയിൽ. നേട്ടത്തിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്ന ഒരു തലമുറ, സമൂഹത്തിൽ സ്ഥാനം കിട്ടാൻ, മാനം കിട്ടാൻ ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നൊരു തലമുറ. നിങ്ങളൊരു പക്ഷെ പറയും അവർ ന്യൂ ജനറേഷൻ എന്ന്. എങ്ങനെയോ പറഞ്ഞോളൂ. എന്നാലും ഏറെക്കുറെ നമ്മുടെ ഉള്ളിലും ഇതൊക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്. കാര്യസാധ്യത്തിനല്ലേ ദൈവത്തിൻ്റെക്ക് പോകുന്നത്. ജീസസ് ജീസസ് ഇയ്യോബ് പറഞ്ഞതുപോലെ പറയാൻ തൻ്റെ ഇടമുള്ള, പ്രാഗൽഭ്യമുള്ള എത്ര വിശ്വാസി, എത്ര പാസ്റ്റർ, എത്ര നേതാവ് ഉണ്ട്. നഷ്ടത്തിനായി സ്തോത്രം. ദൈവം തന്നു, ദൈവം എടുത്തു, അങ്ങേക്ക് സ്തോത്രം. എൻ്റെ ഈ ശരീരം അഴുകി അഴുകി ദ്രവിച്ച് താഴെ വീണാൽ സ്തോത്രം. ഒരു ദിവസം
ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ തന്നെ കാണും. അന്യനല്ല, എൻ്റെ കണ്ണവനെ കാണും. അവനെ ഞാൻ അവിശ്വസിക്കില്ല. അവിടുത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. അവിടുത്തെ നടികളെ ഞാൻ കുറ്റം പറയില്ല. ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും തൻകാര്യം കാണാൻ, തൻ്റെ നേട്ടമുണ്ടാക്കാൻ നടക്കുന്ന ഒരാൾക്കും ഇന്ന് രാത്രി എനിക്ക് അധികാരത്തോടെ വിളിച്ചു പറയാൻ നിയോഗം, നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അതാണ് ഇന്നത്തെ സന്ദേശം. തൻ്റെ നേട്ടത്തിന് വേണ്ടി ആത്മീക ജീവിതത്തെയോ ക്രിസ്തീയ ശുശ്രൂഷയോ ഉപയോഗിക്കുന്നവന് യേശുവുമായി ബന്ധമില്ല. പൗലോസിൻ്റെ ഭാഷയിൽ അവർ വയറിൻ്റെ കാര്യം നോക്കുന്നവർ, വയറിനെ സേവിക്കുന്നവർ. ഇത് വയറിനെ സേവിക്കാനുള്ള മാർഗമല്ല. ഇത് സാമ്പത്തിക നേട്ടവും ഉപജീവന വഴികളും ഉണ്ടാക്കാനുള്ള മാർഗമല്ല. അതെല്ലാം ദൈവം തരാൻ വിശ്വസ്തൻ, അത് വിശ്വസിച്ച് കൂടെ പോകുന്ന ഒരാത്മീക പ്രക്രിയയാണിത്. ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ലൂക്കോസ് 9:57 മുതൽ 58 വരെയുള്ള വാക്യങ്ങളിൽ അമ്മന്ന് പറഞ്ഞ, യേശുവേ, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങയുടെ കൂടെ വരും. യേശു പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനല്ല പറഞ്ഞത്, എന്നാലും പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എന്താണ് പറഞ്ഞത്? കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. നീ നേട്ടം നോക്കി എൻ്റെ കൂടെ വന്നാൽ അങ്ങനെ നേട്ടം തരുന്ന മാർഗമല്ലിത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ പുറകെ പോയാൽ എല്ലാം ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരും എന്നാണോ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടാതെ നിങ്ങളൊരു പാവപ്പെട്ടവനായി ദരിദ്രനെപ്പോലെ ജീവിക്കേണ്ടി വരും എന്നാണോ? അല്ല. യേശു പറയുന്ന ചോദ്യം, അങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഈ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. നിങ്ങളാരെങ്കിലും അവയ്ക്ക് തീറ്റി കൊടുക്കുന്നോ? നമ്മളാരും അവയ്ക്ക് തീറ്റി കൊടുക്കുന്നില്ല. പക്ഷേ അവ ആരോഗ്യത്തോടെ ഇന്ന് വരെ പുലരുന്നു, നാളെയും പുലരും. നിങ്ങൾ ആഹാരം കൊടുത്ത് വളർത്തുന്ന പക്ഷിക്കാണോ ആരോഗ്യം? അതോ ഈ ആകാശത്തിൽ കൂടെ പറന്ന് ആരും ആഹാരം കൊടുക്കാതെ ജീവിക്കുന്ന പക്ഷിക്കാണോ ആഹാരം? നിങ്ങൾ വളർത്തുന്ന കന്നുകാലിക്കാണോ കൂടുതൽ ആരോഗ്യം? അതോ കന്നുകാലിക്ക് ആഹാരം കൊടുക്കാനില്ല കാട്ടിൽ വളരുന്ന കന്നുകാലിക്കാണോ ആരോഗ്യം? അതിനെ പുലർത്താൻ സൃഷ്ടികർത്താവിനറിയാമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു ചോദിക്കുന്നു, അല്പവിശ്വാസിയേ, നീ മനുഷ്യനെ നോക്കി, സാഹചര്യത്തെ നോക്കി, അതിനനുസരിച്ച് തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന നിന്നോട് ദൈവത്തിന് ചോദിക്കാനുള്ള ചോദ്യം, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഞാൻ സർവശക്തനാണെന്ന് നിനക്കറിയാവോ? സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ ഞാനാണെന്ന് നിനക്കറിയാമോ? നിന്നെ ഞാൻ എൻ്റെ പൈതലാക്കിയെങ്കിൽ നിങ്ങളുടെ മക്കൾ നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് നെഞ്ചത്തടിച്ചിട്ടാണോ അവിടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരല്ലേ നിങ്ങളേവരും? ചിലർ 2 ജോലി ചെയ്ത് മക്കളെ പുലർത്തുന്നില്ലേ? അവർക്ക് മെച്ചമായ വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നില്ലേ? ലോൺ എടുക്കുന്നില്ലേ? വസ്തു വയ്ക്കുന്നില്ലേ? ഇതെല്ലാം ചെയ്ത് പുലർത്താൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്നിനും കുറവില്ലാത്ത എൻ്റെ പക്കൽ, ഓ ജീസസ്, ആകാശം എൻ്റെ വക, ഭൂമി എൻ്റെ വക, സകലവും എൻ്റെ വക, നിന്നെ പുലർത്താൻ എനിക്ക് കഴിയില്ലെന്നോ? വിശ്വസിച്ച് എൻ്റെ പുറകെ വരാൻ നിനക്ക് തയ്യാറുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഒരു പണക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. മത്തായി 19:16 മുതൽ 26 വരെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരികയാണ്, എനിക്ക് നിൻ്റെ കൂടെ വരണം. അതിന് ഞാൻ എന്ത് ചെയ്യണം?
അവിടുന്ന് പറഞ്ഞു കൊടുത്തു കൽപ്പനയൊക്കെ അനുസരിക്കാൻ. അവൻ പറഞ്ഞു അതൊക്കെ ഞാൻ പണ്ടേ അനുസരിക്കുന്ന ആളാണ്. യേശു പറഞ്ഞു ഇനി നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ എൻ്റെ കൂടെ വാ. നമ്മൾ വായിക്കുന്നത് അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു. യേശുവിൻ്റെ ഡിമാൻഡ് കേട്ടിട്ട് വിഷമം തോന്നി, പോകാൻ മനസ്സാ. പക്ഷേ ഇതെല്ലാം കൂടെ യേശുവിൻ്റെ പറയുന്നത് പോലെ കൊടുത്തുമച്ച് വരാൻ പറ്റില്ല. അതിൻ്റെ എല്ലാം കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോവാം. സ്തോത്രം. വലിയൊരു പണക്കാരൻ സഭയിൽ വരാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നടപടി ഒരു പാസ്റ്റർ എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? എങ്ങനെങ്കിലും ഇച്ചിരി പണമുള്ളവൻ പള്ളിക്കകത്ത് വരട്ടെ എന്നല്ലേ പൊതുവെയുള്ള നീക്കം. നീ അയാൾ ഇച്ചിരി ജീവിതത്തിൽ ഇച്ചിരി കുഴപ്പമുള്ള ആളാണെങ്കിലും കണ്ടവന കാശുള്ളവനല്ലേ പള്ളിയിലിരിക്കട്ടെ എന്ന് പറയുന്നതല്ലേ ഇന്നത്തെ പൊതു ട്രെൻഡ്. അല്ല, ഇച്ചിരൂടെ തെളിച്ച് പറയാൻ എനിക്ക് നിയോഗം. ഇന്ന് പൈസയുള്ളവർ തങ്ങളുടെ സ്വന്തം സഭ തുടങ്ങുന്നു. അവർ പറഞ്ഞാൽ കേൾക്കുന്ന പാസ്റ്ററെ കൊണ്ടുവരുന്നു. അവരുടെ വിരൽത്തുമ്പിൽ സഭ നടത്തുന്നു. ഇന്നത്തെ സാധാരണ പലയിടത്തും നടക്കുന്ന കാര്യമാണ് സമൂഹത്തിൽ, എല്ലായിടത്തും. അത് തന്നെ ഞാൻ പറയും. അപ്പം അതിൻ്റെ അർത്ഥം അവരുടെ ഇഷ്ടത്തിന് സഭ പോകണം. ദൈവ ഇഷ്ടത്തിന് സഭ കൊണ്ടുപോകാൻ അവർ തയ്യാറല്ല. കാരണം അവർക്കതിൻ്റെ മുതലാളിമാരായിട്ടിരിക്കണം, അതിൻ്റെ ഭരണം നടത്തണം. അതിന് വിധേയപ്പെട്ടു പോകുന്ന കുറേ പാസ്റ്റർമാരും ഉണ്ട്. അവർക്കും കാശ് കിട്ടിയാൽ മതി. പൗലോസ് അപ്പോസ്തലൻ പറയും അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ ദാസന്മാർ അല്ല. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസൻ ആയിരിക്കില്ല. മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജനം പറയുന്നത് കേട്ട് സത്യവിശ്വാസം പ്രസംഗിക്കാതെ, തിരുത്തേണ്ടിടത്ത് തിരുത്താതെ, ആത്മീയ അധികാരം ഉപയോഗിക്കാതെ പൈസയുടെ പുറകെ പോകുന്ന ഒരു ശുശ്രൂഷകനും ദൈവത്തിൻ്റെ ദാസനല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനല്ല. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് എന്ന് വിളിച്ചു പറയാൻ എൻ്റെ നിയോഗം. ദൈവത്തിന് പറയാനുള്ള ദൂത്, ദൈവം സത്യവാനാണ്. പണ്ട് ഏലിയാവിനെ പോറ്റാൻ ദൈവം ധനവാൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടില്ല. അവസാനത്തെ ആഹാരം കഴിച്ച് മരിക്കാനിരുന്ന വിധവയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു നിന്നെ പോറ്റാൻ ഞാൻ കപ്പിച്ചിട്ടുണ്ട്. ഇന്നത് വിശ്വസിക്കാൻ പറ്റുമോ? അതോ ഇതൊക്കെ പണ്ടത്തെ കഥയാണോ? അതോ നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു? തന്നെ ത്യജിച്ച്, സ്വയം കൂടി ത്യജിച്ച്, നേട്ടം മാത്രമല്ല സ്വയം കൂടി ത്യജിച്ച്. അങ്ങനെയാണല്ലോ സ്വയം. ഒരു വലിയ പ്രശ്നമാണ് സ്വയം മനുഷ്യന്. സ്വയം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ മിടുക്കനാണ്, എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്, ബഹുമാനമുണ്ട്, അതെനിക്ക് കിട്ടിയിരിക്കണം. തൻ്റെ സ്വന്തം ഇവാലുവേഷനാണ്, വിലയിരുത്തലാണ്, ബാക്കിയുള്ളവരുടെ വിലയിരുത്തലല്ല. സെൽഫ് എസ്റ്റീം കൊള്ളാം, അവനവൻ്റെ സ്വയമാനം കൊള്ളാം. പക്ഷേ അത് നിങ്ങളുടെ സബ്ജക്റ്റീവായിട്ടുള്ള വീക്ഷണമാണ്, നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടാണ്. ദൈവം നിങ്ങൾക്ക് എന്തേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ക്രിസ്തീയ സമൂഹത്തിലും പെന്തക്കോസ്ത് സഭകളിലും വ്യാപകമല്ലേ? നമ്മൾ ഡിമാൻഡ് ചെയ്യുകയല്ലേ ഓരോന്ന് വേണമെന്ന്? ഇച്ചിരി തെളിച്ച് പറഞ്ഞാൽ പ്രസംഗം വേണം, അത് ഇന്നപ്പം പ്രസംഗം വേണം, അങ്ങനെയൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ്.
ഇപ്പോൾ എല്ലാവരും പ്രസംഗത്തിന് ഒരു ജനറൽ കൺവെൻഷൻ എല്ലാവർക്കും പ്രസംഗം കൊടുക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം തന്നില്ല. എന്തുകൊണ്ട് എനിക്ക് അവസരം തന്നില്ല? എനിക്ക് വേണം. കൊള്ളാം, ആഗ്രഹം കൊള്ളാം. പക്ഷേ ഈ സമൂഹത്തിൽ 1000-ലധികം പാസ്റ്റർമാരില്ലേ? ഇവരെയൊക്കെ പരിഗണിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ജോലിയല്ലേ? ചിലരെ മാത്രം പരിഗണിച്ചാൽ മതിയോ? പോരാല്ലോ. അത് കൊടുത്തില്ലെങ്കിൽ പിണങ്ങുന്ന ഡിമാൻഡ് പറയുന്ന ഡിമാൻഡ് ഈ പറയുന്ന പുസ്തകത്തിന് ചേരുന്നതാണോ? പ്രാർത്ഥിക്കണം. അതും പ്രാർത്ഥിക്കാൻ ആദ്യത്തെ പ്രാർത്ഥന കൊടുത്താൽ വേണ്ട. കാരണം അന്നേരം ആളുകളെല്ലാം എത്തിയില്ല. നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നോ? നിങ്ങൾ മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടോ? യേശുവിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മുറിയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരസ്യമായ പ്രാർത്ഥനയ്ക്ക് രംഗത്ത് വന്ന് ഡിമാൻഡ് ചെയ്യുന്നവർ അറിയണം, ഇവിടെ പ്രാർത്ഥന ചങ്ങല നടക്കുന്നു, അതിൽ നിങ്ങൾ അംഗമാണോ? രഹസ്യമായി പ്രാർത്ഥിക്കാൻ നിങ്ങളെത്ര നേരം കണ്ടെത്തുന്നു? ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കാൻ ഈ സമൂഹം വിളിച്ചുകൂട്ടിയാൽ വരാൻ തയ്യാറാണോ? പൊതുവേദികളിലെ പ്രാർത്ഥനയും ഇതിൻ്റെ പ്രസിദ്ധിയും ഇതിനോ ആത്മീക ജീവിതം, ഇതിനോ ആത്മീക ശുശ്രൂഷ? ഞാൻ പറയുന്ന പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. എങ്കിലും എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷം, ഒരു തെറ്റ്, സ്വാർത്ഥത, സ്വയം. ഇത് ഈ സമൂഹത്തെ അതിൻ്റെ അസൽ ബലം ഇല്ലാതാക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ പുറകെ വരണോ? തന്നെ ത്യജിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം. വേദപുസ്തകം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ വചനം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. യുദ്ധത്തിന് വിളിച്ചപ്പോൾ ഒരു സംഘം ജനം യുദ്ധത്തിന് തയ്യാറായി വന്നു. ഗിദെയോനാണ് യുദ്ധത്തിന് നായകൻ. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഈ ജനത്തെ നിൻ്റെ കയ്യിൽ ഞാൻ തരില്ല, ഈ ശത്രുക്കളെ. കാരണം എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് നീ പറയാതിരിക്കേണ്ടതിന്, വമ്പ് പറയാതിരിക്കാൻ. എനിക്ക് മിടുക്കുണ്ട്, എനിക്ക് കഴിവുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തു എന്ന് പറയാതിരിക്കാൻ. അല്ല, യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഓരോരുത്തർക്ക് നേട്ടം കൊടുക്കാൻ, അയാൾക്ക് ഉടനെ പ്രൊമോഷൻ കിട്ടാൻ, അയാളെ ഉടനെ ലെഫ്റ്റനൻ്റായിട്ട് വെക്കാൻ, ക്യാപ്റ്റനായിട്ട് വെക്കാൻ, വലിയ സ്ഥാനം കൊടുക്കാൻ, അങ്ങനെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയുള്ള വേദിയായി ആത്മീക ജീവിതത്തെ ദൈവം ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും വ്യാപരിച്ചാൽ അത് ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരമാണ്. ഒരുത്തരുടെയും മിടുക്കുകൊണ്ട് ആത്മീക ശുശ്രൂഷ നടക്കില്ല. എടുത്തു പറയുന്നു, ഒരുത്തരുടെയും മിടുക്കുകൊണ്ട് ആത്മീക ശുശ്രൂഷ നടക്കില്ല. മിടുക്കന്മാരെ ദൈവം ഉപയോഗിക്കില്ലേ? ഉപയോഗിക്കും. മോശയെ ഉപയോഗിച്ചില്ലേ? വലിയ പഠിത്തമുള്ളവനെയല്ലേ ഉപയോഗിച്ചത്? മോശയെ ഉപയോഗിച്ചു. പൗലോസിനെ ഉപയോഗിച്ചില്ലേ? ബാക്കിയുള്ള എല്ലാവരെക്കാളും വിദ്യാഭ്യാസം കൂടിയവനെ ദൈവം ഉപയോഗിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ തത്വം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ തത്വം ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. ശ്രേഷ്ഠതയുള്ളതിനെ ലജ്ജിപ്പിക്കാൻ കുലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിന്? ഒരു ജഡവും എൻ്റെ മുമ്പാകെ പ്രശംസിക്കാതിരിക്കാൻ. മോശയ്ക്ക് പ്രശംസിക്കാൻ പറ്റുമോ? വേണേൽ പ്രശംസിക്കാം. പക്ഷേ എഴുന്നേറ്റ് വർത്താനം പറയാൻ തുടങ്ങുമ്പോൾ പതിയെ വർത്താനം പറയുള്ളൂ. പറഞ്ഞ് തുടങ്ങുമ്പോൾ കുറേ നേരം എടുക്കും. ആ വിക്ക് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പൊങ്ങച്ച എല്ലാം താഴെ വീഴും. മിടുക്കനെ ഉപയോഗിക്കും.
പക്ഷെ മിടുക്ക് താത്തു വച്ചെങ്കിലേ ദൈവം ഉപയോഗിക്കുള്ളൂ. ദൈവത്തിന് മിടുക്കന്മാരെ വേണം. ശൗലിനെ ഉപയോഗിച്ചു. പക്ഷേ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും വിടുതലാണ്. തൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വിടുതലില്ലാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, അതേ സമ്മതിക്കൂ, ഇങ്ങനെ പറ്റൂ, നീ ഇങ്ങനെ ജീവിച്ചാൽ മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. നീ പൊങ്ങരുത്, നീ നികളം പറയരുത്, നീ അഹങ്കാരം പറയരുത്. തന്നെത്താൻ താഴ്ത്തി ഇതെൻ്റെ കൃപയാണ്, ഇത് ദൈവകൃപയാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ മനസ്സുള്ള ഒരു സമൂഹത്തെ ദൈവം അംഗീകരിക്കുന്നു, ദൈവം നോക്കും. ഇതിൻ്റെ പേര് ശിഷ്യത്വത്തിൻ്റെ വില എന്നാണ്. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ആർക്കും വലിയവരാകാനുള്ളതല്ല ഈ വേദി, ആർക്കും പ്രസിദ്ധരാകാനുള്ളതല്ല ഈ വേദി. പ്രസിദ്ധി ദൈവം തരുമ്പോൾ എടുത്തോളൂ. പക്ഷേ എല്ലാറ്റിലും കൂടിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ദൈവം ഈ സമൂഹത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു കൂട്ടത്തെ നോക്കുന്നു. തന്നെ ത്യജിക്കാൻ മനസ്സുള്ള ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുന്നു. നിശ്ചയമായും ഇന്ത്യ രാജ്യത്തൊരു ദൈവപ്രവൃത്തി നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ഇന്ത്യയിൽ വിവിധ സ്ഥലത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും കേരളക്കാരായ ആളുകളോട്, പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു ദൈവപ്രവൃത്തി നടക്കും, ദൈവമഹത്വം വരും, നിശ്ചയമായും വരും. പക്ഷേ ആരെ എടുക്കും? ഈ തന്നെത്താൻ താഴ്ത്തി ഒഴിച്ചു വരാൻ തയ്യാറുള്ളത്. തൻ്റെ മിടുക്ക് പറയാതെ, തൻ്റെ കഴിവ് പറയാതെ. നിങ്ങളുടെ കഴിവുകൊണ്ട് എന്നാൽ ഭൂതം പോവുമോ? കഴിവുകൊണ്ട് എന്ന പിള്ളേരെ പിടിച്ച് ആടിച്ച് ഉടുപ്പും വലിച്ചെറി ഓടാന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടതാണ് ഭൂതം. ലോകശക്തികളുടെ മുമ്പാകെ ഒരുത്തരുടെയും വിദ്യാഭ്യാസമോ ഒരുത്തരുടെയും അഭ്യാസങ്ങളോ ചെലവാവില്ല. ആത്മശക്തിയുടെ വ്യാപാരമുള്ള ശക്തിയുടെ അഭിഷേകം നിറഞ്ഞ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, ദുഷ്ടശക്തിയോട് കൽപ്പിച്ചാൽ ആ സെക്കൻഡിൽ അതനുസരിക്കും. ഈ രാജ്യത്ത് ഭൂതം വിട്ടു പോകണം. ധാരാളം ഭൂതബാധിതർ ഈ രാജ്യത്തുണ്ട്. ദുഷ്ടശക്തികളുടെ വ്യാപാരം കാര്യമായി ഈ രാജ്യത്തുണ്ട്. അതിന് നേരെ കയറി ചെന്ന് കീഴടങ്ങൂ എന്ന് വിളിച്ചു പറയുമ്പോൾ കീഴടക്കുന്ന ആത്മ അധികാരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കുന്നു. അതിൻ്റെ നേട്ടം തന്നെത്താൻ എടുക്കുന്നവൻ്റെ പക്കൽ ദൈവം ഇത് കൊടുക്കില്ല. അതിൻ്റെ പുകഴ്ച എടുക്കുന്നവൻ്റെ മേൽ ദൈവം ഇത് കൊടുക്കില്ല. ദൈവത്തിന് വലിയവരെയും മിടുക്കന്മാരെയും സ്ഥാനമുള്ളവരെയും അല്ല പ്രധാനം. ദൈവത്തിന് പ്രധാനം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളെയാണ്. സത്യമായ ദൈവപ്രവൃത്തി വാഞ്ചിക്കുന്നവർ ഇതിനകത്തുണ്ടല്ലോ. അസലായ ഒരു ആത്മവ്യാപാരത്തിന് കാത്തിരിക്കുന്നവർ ഇതിനകത്തുണ്ടല്ലോ. അവർ ഇന്ന് രാത്രി ഒന്ന് ഹൃദയത്തെ ഉറപ്പിച്ച് നിങ്ങളുടെ തീരുമാനത്തെ ഒന്നുകൂടെ ഉറക്കെ പ്രഖ്യാപിച്ച് ദൈവത്തോടൊന്ന് പറയുമോ, ഞാൻ കൂടെ വരും, കൂടെ വരും, എന്തു വന്നാലും ഞാൻ കൂടെ വരും. എൻ്റെ പൊങ്ങച്ച മൊത്തം ഞാൻ താത്തുവെക്കാം. എൻ്റെ സ്ഥാനത്തിൻ്റെ എല്ലാ പ്രശംസയും ഞാൻ താക്കുവെക്കാം. എൻ്റെ പണത്തിൻ്റെ ആകട്ടെ, എൻ്റെ സ്കിൽസ് കഴിവുകളുടെ ആകട്ടെ, സകലവും ഞാൻ താത്തുവെക്കാം. കൃപയൊന്ന് വരണമേ, കൃപയൊന്ന് വരണമേ. പാദശക്തിയെ കാണാൻ പള്ളിക്കൂടത്തിൽ പഠിത്തം കൊണ്ട് പറ്റില്ലല്ലോ, ദൈവ വെളിപ്പാട് കൊണ്ടല്ലേ പറ്റുള്ളൂ. കൃപയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തന്നെത്താൻ ത്യജിച്ച്, ആ വാക്ക് പറയാൻ ഡിനായ് ഹിംസെൽഫ്, തന്നെ സ്വയവും ത്യജിച്ചു. എടുത്ത് പറഞ്ഞ് ത്യജിച്ചു. ഡിനായോ, നോട്ട് അക്യൂമുലേഷൻ, നേടിയ നേട്ടാനല്ല, ത്യജിക്കാൻ. പൗലോസ് പറയുന്ന പോലെ ത്യജിക്കാൻ.
എന്തും വരട്ടെ, എന്തും വരട്ടെ, ത്യജിക്കാൻ എനിക്ക് ആ ശക്തിയുടെ മഹത്വം എന്നറിയണം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ മഹത്വവും എനിക്കെന്നറിയണം, എനിക്കെന്ന് അനുഭവിക്കണം. ഈ വചനത്തിന് മുൻപാകെ ആ ഒരു ഡിനയലിന് ത്യജിക്കാൻ മനസ്സ് വെക്കുന്നവർ, ഇതെൻ്റെ വാക്കല്ല, ഇത് യേശുക്രിസ്തുവിൻ്റെ നിത്യമായ നിയമമാണ്. വേറെ വഴി ഇല്ല. ആരെങ്കിലും ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ ഇതേ ഉള്ളു വഴി, വേറെ വഴി ഇല്ല. ആ ക്രൂശിൻ്റെ പിന്നാകെ ഞാനും വരാൻ ഗൗരവമായി തീരുമാനിക്കുന്നു എന്ന് പറയാൻ ഇന്ന് രാത്രി മനസ്സുണ്ടോ? ഒന്ന് എഴുന്നേറ്റിരിക്കുമോ സ്വല്പനേരം? ജീസസ്. കർത്താവേ, ഈ തലമുറയിലെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി എനിക്കൂടെ പങ്കാളിയാവണം. ദൈവമേ, ഈ എന്നിലൂടെ ആ ഒരു ശക്തി ഒന്ന് പ്രകടമാക്കാൻ ഞാൻ സമ്മതിക്കുന്നു. ത്യജിച്ചു വരാൻ ഞാൻ തയ്യാറാവും. ത്യാഗത്തിന് ഞാൻ ഒന്നുകൂടെ പറയും, ഈ രാജ്യത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാവും, നിങ്ങളുടെ ദേശത്തും ആ ദൈവപ്രവൃത്തി ഉണ്ടാവും. അതിനുവേണ്ടി ഒരു ത്യാഗത്തിന് തയ്യാറുള്ളവർ, ഒന്ന് സമർപ്പിക്കാൻ മനസ്സുള്ളവർ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നെങ്കിൽ അങ്ങനെന്ന് പറയാൻ മനസ്സുള്ളവരുണ്ടോ? ഉണ്ടോ? നിശ്ചയമായിട്ട് ഇതിനകത്തുണ്ട്. ആരൊക്കെ ഇന്ന് രാത്രി അങ്ങൻ്റെ സമർപ്പണത്തിന് തയ്യാറാവും? ത്യജിക്കാൻ. യേശുവിൻ്റെ ഗൗരവമായ ചോദ്യമാണ്. ഒത്തിരി പേര് തിരിച്ചുപോയി. പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങളെവിടെ പോകും? നിൻ്റെ കൂടെ വരും. വലിയ ആത്മീക ബഹളത്തിനല്ല ഇന്ന് രാത്രി വിളിക്കാൻ എനിക്ക് നിയോഗം. യേശുവിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശത്തിലേക്കാണ്. ഇന്ന് രാത്രി ഒന്നടുത്ത് വന്നിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആത്മനിയോഗമുള്ളവർ, ഒരു പ്രത്യേക സമർപ്പണത്തിന് നിയോഗമുള്ളവർ മുമ്പോട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ നമ്മളൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവർ വേഗം ഒന്ന് മുന്നോട്ട് വരും. ബുദ്ധിമുട്ടുള്ള വിളിയാണ്, പക്ഷേ ഇതൊരു ഗൗരവമായ വിളിയാണ്. ഇന്ന് രാത്രി ഈ കൂട്ടത്തോട് ദൈവം പറയുന്ന പ്രത്യേകമായൊരു സന്ദേശമാണ്. സമർപ്പിക്കുന്നു, സ്വയം ത്യജിക്കാൻ സമർപ്പിക്കുന്നു. കമാൺ, മനസ്സുണ്ടെങ്കിൽ വേഗം വരും. എവിടെ? അടുത്തോ? അങ്ങ് ദൂരെ പുറകിലോ? ഏതുമില്ല എന്ന് തോന്നുന്ന ചിലതിനെ മൂർച്ചയുള്ളതാക്കി, ശോഭയുള്ളതാക്കി, സമൂഹത്തിൻ്റെ മേലൊരു പ്രവൃത്തിക്ക് ദൈവം വിളിക്കുന്നു. ഞാൻ ഈ പറയുന്ന വചനത്തിൻ്റെ ഗൗരവം ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ just come. വരൂ. ജീസസ്. ഹൃദയം തുറന്ന് വായി തുറന്നൊന്ന് പറഞ്ഞോളൂ. വേറെ ആരും നിങ്ങളുടെ മേൽ കൈവെക്കേണ്ടതായിട്ടില്ല. ഇന്ന്
ഇതൊരു ദൈവിക സമർപ്പണത്തിൻ്റെ മുമ്പാകെ വരുന്ന ഒരു ദൈവിക അംഗീകാരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്രയാണ്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ. നമ്മുടെ സ്വല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ആ ദൈവകൃപയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. മഹത്വത്തിൻ്റെ രാജാവേ, ശക്തിയുള്ള കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം. ഈ തലമുറയിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന ക്രിയയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കൃപയുടെ വ്യാപാരത്തിനായി നന്ദിയോടെ സ്തോത്രം. അല്പസമയം ദൈവത്തെ സ്തുതിച്ചു, ഹൃദയം തുറന്ന് സമർപ്പിച്ചും കൊണ്ട് നിൽക്കും. ഒന്ന് ചേർന്നൊരു അല്പസമയം ദൈവത്തെ ആരാധിക്കുവാനും ഇന്ന് രാത്രി മനസ്സ് കാണിക്കും. ജീസസ്, ജീസസ്, ജീസസ്.